വിശദമായി നോക്കാം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ കരാർ തൊഴിലാളിയെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടണലിലെ വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. റോബോട്ടുകളെ ഇറക്കി മാലിന്യം നീക്കം ചെയ്താണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. NDRFന്റെയും നേവിയുടെയും സഹായവും തേടിയിട്ടുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, 11ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം. ഈ റോബോട്ടുകളെ ഇറക്കിക്കൊണ്ട് മാലിന്യം നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ഈ NDRF സംഘവും നേവി സംഘവും ഒക്കെ എപ്പോഴത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ആര്യ, രാത്രിയോടുകൂടി NDRF സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ജില്ലാ കളക്ടർ അല്പസമയത്തിന് മുമ്പ് നൽകിയ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും രാത്രിയും രക്ഷാദൗത്യം പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം രാവിലെ മുതൽ ആരംഭിച്ചതാണ്. ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സേനാവിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു. ഇദ്ദേഹം ടണലിനകത്തേക്ക് ഒഴുകിപ്പോകുന്ന കണ്ട ദൃക്സാക്ഷികളായിട്ടുള്ള 2 പേരുണ്ടായിരുന്നു. ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്ന ആളുകളുമൊക്കെ അദ്ദേഹം അകത്തേക്ക് ഒഴുകിപ്പോകുന്നത് കാണുകയും ചെയ്തിരുന്നു. തുടർന്നാണ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ റെസ്ക്യൂ ടീമെല്ലാം തന്നെ എത്തുകയും ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ എല്ലാം വലിയ ഒരു രക്ഷാപ്രവർത്തനം പിന്നീട് ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിൽ വലിയ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്, ദുഷ്കരമായിട്ടുള്ളൊരു ദൗത്യമാണ്. കാരണം ഇവിടെയെല്ലാം തന്നെ മാലിന്യം കുമിഞ്ഞുകൂടി നിൽക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി. കാരണം അതേ തുടർന്നാണ് ഇപ്പോൾ വൈകിട്ടോടുകൂടി ഏകദേശം ഒരു 7 മണിയോടുകൂടി ഈ റെസ്ക്യൂ ടീമിൻ്റെ ഈ ഒരു പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ അതൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തു. കാരണം അവർക്ക് 40 മീറ്റർ അകത്തേക്ക് മാത്രമേ ഈ ടണലിനകത്തേക്ക് കയറാൻ സാധിക്കുകയും ചെയ്തുള്ളൂ. അതിനുശേഷമാണ് പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ വീണ്ടും മാലിന്യവും ഒപ്പം തന്നെ ഈ ചെളിയുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയാണ് അവർ ആ റെസ്ക്യൂ അവസാനിപ്പിച്ച് ഇനി വെളിച്ചം വരുമ്പോൾ, അതായത് നാളത്തെ കൂടി തെരച്ചിൽ നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക്. തുടർന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ, മേയറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഒരു ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കൂടിയായിട്ടുള്ള ജെൻ റോബോട്ടിക്സ് എന്ന ടീമിനെ വിളിക്കുകയും ഒപ്പം തന്നെ അവരുടെ റോബോട്ടിക്സ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനകത്തുള്ള 3ാം പ്ലാറ്റ്ഫോമിന് ഉള്ളിലുള്ള ഒരു ടണലുണ്ട്, അതായത് ഒരു മാൻഹോൾ ഉണ്ട്. ആ മാൻഹോൾ വഴിയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. അവിടെ ഈ റോബോട്ടിക്സ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ നിലവിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. അതായത് റെയിൽവേയോട് ഇതുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ തേടിയിരുന്നു. ഈ 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമുകളിൽ ഇനി അങ്ങോട്ട് ട്രെയിനുകൾ നിർത്താൻ പാടില്ല, വരാൻ പാടില്ല, അതിന് മാറ്റി ഷെഡ്യൂൾ ചെയ്യണമെന്നുള്ള ആവശ്യം നേരത്തെ MP A റഹീം ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ റെയിൽവേ യാതൊരുവിധ അനുകൂല നിലപാടും സ്വീകരിക്കുന്നില്ല. നിലവിൽ ഇപ്പോഴും ആ പ്ലാറ്റ്ഫോമുകളിലോടുകൂടി ട്രെയിൻ വരുന്നത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള സഹകരണം റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഈ രക്ഷാപ്രവർത്തനത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ആരോപണം കൂടി മേയർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് അവിടെയുണ്ട്. രാവിലെ മുതൽ തന്നെ ആരംഭിച്ച രക്ഷാപ്രവർത്തനം രാത്രി വൈകിയും തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും NDRFൻ്റെ സംഘത്തിൻ്റെ അവിടുന്ന് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാത്രിയോടുകൂടി അവർ ഇവിടേക്ക് എത്തും. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ നേവിയുടെ സേവനം തേടാമെന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് നേവി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ഒപ്പം തന്നെ നിർദ്ദേശമനുസരിച്ച് ഇവിടേക്ക് എത്താമെന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ആ ഒരു യൂണിറ്റ്, ആ റോബോട്ടിക് സംവിധാനത്തിൻ്റെ യൂണിറ്റ് ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം ഈ മാലിന്യം അല്പമെങ്കിലും നീക്കിയതിന് ശേഷം പിന്നീട് ഇത് മറ്റൊരു സംവിധാനം, അതായത് ഇതിൻ്റെ 2ാമത്തെ യൂണിറ്റ് ഉണ്ട്. അതൊരു മോണിറ്ററിംഗ് സംവിധാനമാണ്. അതിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇറക്കിക്കൊണ്ട് അകത്തേക്ക് കയറ്റി വിടാനുള്ളൊരു ശ്രമം കൂടി ഇനി ഉണ്ടാകും. എന്തായാലും ആ യൂണിറ്റ് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. എന്തായാലും നിലവിൽ കുറച്ച് മാലിന്യം മാത്രമാണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 60 മീറ്ററോളം ഈ അപകടം നടന്ന സ്ഥലം മുതൽ ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ടണൽ വരെ, അവിടുത്തെ മാൻഹോൾ വരെ ഏകദേശം 60 മീറ്ററോളം ദൂരമുണ്ട്. ഈ 60 മീറ്ററിൽ 40 മീറ്ററോളം ദൂരത്തേക്ക് സ്കൂബ റെസ്ക്യൂ ടീമിന് എത്താൻ സാധിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ചെളിയ കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ദുഷ്കരമായി തോന്നിയതുകൊണ്ട് അവർ ഈ ഒരു ദൗത്യം അവസാനിപ്പിച്ച് തിരികെ ഇറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ കടന്നിരിക്കുന്നത്. എന്തായാലും മേയർ ഇപ്പോഴും രാവിലെ എത്തിയതാണ്. അപ്പോൾ മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഈ ഒരു റെസ്ക്യൂ ടീമിനൊപ്പമുണ്ട്. ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മുൻപന്തിയിൽ തന്നെ മേയറുണ്ട്. മറ്റ് ജനപ്രതിനിധികളെല്ലാം
സംഘങ്ങളെല്ലാം തന്നെ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടിയുള്ള അടക്കമുള്ള മന്ത്രിമാരും ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും നിലവിൽ ഇതുവരെയും ജോയിയെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഇത് നിലവിൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു അനുമാനം മാത്രമാണ് ഈ റെസ്ക്യൂ ടീമിനും എല്ലാം തന്നെ ഉള്ളത്, അധികൃതർക്കുമൊക്കെ ഉള്ളത്. കാരണം ഈ 60 മീറ്ററിനകത്ത് തന്നെ ജോയി ഉണ്ടാകാമെന്നുള്ള പ്രതീക്ഷ മാത്രമാണുള്ളത്. കാരണം ഈ അപകടം നടക്കുന്നത് 10:50 കൂടിയാണ്. അതിനുശേഷം വലിയ മഴ ആ സമയത്തുണ്ടായിരുന്നു, വലിയ ഒഴുക്കുണ്ടായിരുന്നു. ആ സമയത്തേക്ക് ശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഈ മൂന്നാമത്തെ മാൻഹോളിൽ മറ്റൊരു ഗ്രില്ലിറക്കി അത് അവിടെ നിന്ന് മറ്റ് ഒന്നും ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ ജോയി അവിടെ നിന്ന് ഒഴുകി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ 60 മീറ്ററിനകത്ത് തന്നെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുണ്ടാകും, അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുവേണ്ടി ഇപ്പോഴും രാത്രി വൈകിയും എല്ലാവരും സജ്ജരായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ രണ്ടാമത്തെ യൂണിറ്റ് എത്തും. അത് മോണിറ്ററിംഗ് സംവിധാനമുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു റോബോട്ടിക് സംവിധാനമാണ്. അത് ഈ മാൻഹോളിലൂടെ ഇറക്കി ആ ടണലിനകത്ത് എവിടെയെങ്കിലും ഈ ജോയി കിടപ്പുണ്ടോ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 11 മണിക്കൂർ പിന്നിട്ട രക്ഷാദൗത്യം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇത്തരത്തിൽ ടണലിനുള്ളിൽ ജോയി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അമിതമായ രീതിയിൽ ചെളിയും മാലിന്യവും ഒക്കെ ആ ടണലിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ജോയി അതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാൻ കഴിയുക പോലുമുള്ളൂ. എന്തായാലും അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയിട്ടാണ് റെയിൽവേ കരാർ തൊഴിലാളിയായ ജോയി ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതാകുന്നത്. ആ നിമിഷം മുതൽ ജോയിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. സന്നദ്ധ സംഘടനകളും ജനപ്രതിനിധികളും എല്ലാവരും സ്ഥലത്ത് രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.